പെരിയാർ അത് സെക്കൻഡ് പ്രൈസ് കിട്ടി. അത് ഇവിടുത്തെ മെൽബൺ ഫെസ്റ്റിവലിന്. പഞ്ചാഗ്നി മീൻസ് 5 ഫയറാണ്. അപ്പം ബേസിക്കലി അതിനകത്ത് 5 സ്പൈസസ് ഉണ്ട്. എല്ലാ അടുക്കളയിലുള്ള സ്പൈസസാണ്. നമസ്കാരം, എല്ലാവർക്കും ജിൽസ് കിച്ചണിലേക്ക് സ്വാഗതം. ഓസ്ട്രേലിയയിൽ മെൽബണിൽ നല്ല സൂപ്പർ വോഡ്ക കിട്ടുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലം അന്വേഷിച്ച് ഞങ്ങൾ വന്നതാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള സ്ഥലമാണ്. അത് നമ്മുടെ സുനിലിൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. സുനിലെ, നമസ്കാരമുണ്ട്. ഓസ്ട്രേലിയൻസിനെ എല്ലാം, പ്രത്യേകിച്ച് മെൽബൺകാരെ എല്ലാം നല്ല സൂപ്പറായിട്ടുള്ള വോഡ്ക കുടിപ്പിക്കും എന്ന് തോന്നുന്നു. ഡെഫിനറ്റ്ലി അല്ലേ? ആൾക്കാർ വിശ്വസിച്ച് കുടിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണോ അല്ലേ? അതെ അതെ, ഡെഫിനറ്റ്ലി. എന്നാൽ ഈ വോഡ്ക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ എന്താ തനതായിട്ടുള്ള ചാരായവാക്കായിട്ട് ബന്ധമുണ്ടോ? അത് ഇച്ചിരി ഡിഫറെൻ്റ് ആണോ? ഇത് കൂടുതൽ ഡിസ്റ്റിൽ ചെയ്ത മൾട്ടിപ്പിൾ ഡിസ്റ്റിൽഡാണ്. സാധാരണ നാട്ടിൽ ചെയ്യുന്ന സിംഗിൾ ഡിസ്റ്റിൽഡ്. അതെ, ഇത് എന്ന് പറഞ്ഞാൽ ഒരു 3 to 4 ടൈംസ് ഡിസ്റ്റിൽ ചെയ്തിട്ടാണ് അത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അപ്പം പിന്നെ അതിനകത്ത് ഇത് ഹെർബ്സ് ഒക്കെ ആഡ് ചെയ്ത് ഇൻഫ്യൂസ് ചെയ്തിട്ടാണ് ഫൈനലി കൊടുക്കുന്നത്. സ്പൈസസ് ചേർക്കുന്നതെല്ലാം നമ്മുടെ അടുക്കളയിലുള്ള നമ്മുടെ കേരളത്തിലെ സ്പൈസസ് ആണ്. തനിമയും കൂടി ഉണ്ട് അല്ലേ? മേടിച്ച് കുടിക്കുന്ന ആൾക്കാർക്ക് ഒരു കേരള രീതിയിലുള്ള ആ ടേസ്റ്റ് എന്നാ വന്നാലും കാണും. അവർ അത് ടേസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് അല്ലെങ്കിൽ സ്മെല്ല് ചെയ്യുമ്പോൾ അവർക്ക് ആ ഫീല് കിട്ടും. അതിന്റെ വ്യത്യാസം മനസ്സിലാവും അല്ലേ? മെൽബണിൽ എവിടെയായിട്ടാണ് ഇത്? ക്രാൻബൺ ഈസ്റ്റ്. ക്രാൻബൺ ഈസ്റ്റിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പബ്ലിക്കിന് മേടിക്കാൻ പറ്റുമോ ഇത്? മേടിക്കാൻ പറ്റും. ഞങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട്, ഹെർബൽ സ്പിരിറ്റ്. herbalspirit.com.au. അപ്പോൾ അവിടെ പോയിട്ട് മേടിക്കാൻ പറ്റും. ഹെർബൽ സ്പിരിറ്റ് അല്ലാതെ വേറെ എവിടെയെങ്കിലും ഇപ്പം ഡാൻമാർഫിയിൽ ഉണ്ട്. അവർ എന്ത് പ്രോസസ്സാണ് ഞങ്ങൾ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കൊന്ന് ഒരു ഫ്യൂ വീക്സുകളിൽ അവിടെ വരണം. അപ്പോൾ അവിടുത്തെ ഓൺലൈൻ ഡാൻമാർഫി ഓൺലൈനിൽ വരാൻ സാധ്യതയുണ്ട്. ബേസിക്കലി കോട്ടയം പാലക്കാരൻ അച്ചായനാണ് കേട്ടോ. അപ്പൊ അടിപൊളി സാധനമായിരിക്കും കിട്ടുന്നത്. പാലക്കാരെ പറ്റിക്കാൻ പറ്റില്ല. ഇല്ല ഉണ്ടാക്കി കൊടുക്കണം. അപ്പം എന്താ പറയുക, ആ ടാലന്റും സ്കില്ലും ഉണ്ടെന്ന് പറയാം. പ്രവർത്തന പരിചയം ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ? എക്സാക്ട്ലി. നമുക്ക് നാട്ടിലാണെങ്കിൽ ഈ സാധനം നമുക്കിങ്ങനെ പബ്ലിക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഉണ്ടാക്കി യൂസ് ചെയ്യാനോ പറ്റില്ല. പക്ഷേ ഇവിടെ ഓസ്ട്രേലിയയിലായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സുനിലിനത്. അപ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു പ്രോസസ്സിംഗ് ആണോ? നമുക്കിത് ലൈസൻസ് കിട്ടി ഉണ്ടാക്കി കൊടുക്കാൻ? ലൈക്ക് ജസ്റ്റ് മേക്ക് ചെയ്യാൻ, എന്നിട്ട് സ്വന്തം കുടിക്കാൻ അല്ലെങ്കിൽ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാൻ ഓക്കെ. പക്ഷേ സെല് ചെയ്യാൻ പാടില്ല. സെല് ചെയ്യണമെങ്കിൽ ലൈസൻസ് എടുക്കണം. അപ്പം ആ ലൈസൻസ് ആണ് ആദ്യം മാനുഫാക്ചറിങ് ലൈസൻസ് എടുക്കണം. അത് എക്സൈസ് ലൈസൻസ്, അത് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഈടെയാണ് കിട്ടിയത്. അത് ലൈസൻസ് ഉള്ളതാണ് കേട്ടോ. ATO എന്ന് കിട്ടി ഫസ്റ്റ് ലൈസൻസ്. അപ്പം അത് ഞാൻ മാനുഫാക്ചർ ചെയ്യുന്ന എൻ്റെ ഗാരേജിലാണ്. എനിക്ക് ഓസ്ട്രേലിയയിലെ മലയാളീസിലെ ആദ്യത്തെ ആളാണ് ലൈസൻസ്ഡ് ഗാരേജ്. ലൈസൻസോട് കൂടി സ്പിരിറ്റ് ഉണ്ടാക്കി വെക്കാൻ അനുവാദമുള്ള ഒരേ ഒരാൾ സുനിലാണ് കേട്ടോ. പാലക്കാരനാണ്, ഓർത്തിരുന്നോണേ. അപ്പോൾ ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ഒരാഴ്ച മുമ്പേ
ടൺ കണക്കിന് സാധനം ഓർഡർ ചെയ്ത് വെക്കണം. എത്ര പെർസെൻറ്റേജ് ഉണ്ട് സ്പിരിറ്റ്? ഞാൻ സെല്ല് ചെയ്യുന്നത് 50% ആണ്. അതായത് സാധാരണ ഓർണ അടിക്കുന്ന സമയം ഇതിന് 1.5 സംതിങ് ലൈക്ക് ദാറ്റ്. പിന്നെ ചില ക്ലോസ് ഫ്രണ്ട്സിന് 80 കൊടുക്കും. ഇതിനൊക്കെ ലൈസൻസ് സെപ്പറേറ്റ് ആണോ അതോ സെയിം ലൈസൻസ് തന്നെ ഉപയോഗിച്ച് നമുക്ക്? സെയിം ലൈസൻസ് ആണ്, പക്ഷേ ഇപ്പം ഓൺലൈനാണ് ഞാൻ സെല്ല് ചെയ്യുന്നത് കൂടുതലും. ഓക്കെ, വെരി ഗുഡ്. ഏതൊക്കെയായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിദേശ മദ്യം അത് വിദേശികൾ ഉണ്ടാക്കുന്ന മദ്യമാണെന്നുള്ള വിചാരം. നമുക്ക് സ്വദേശികൾക്കും വിദേശ മദ്യം ഉണ്ടാക്കാം. പക്ഷേ ഈ വോഡ്ക എന്ന് പറയുന്നത് ഒരു റഷ്യൻ ഡ്രിങ്ക്, സംതിങ് ലൈക്ക് ദാറ്റ് ആണ് അത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അത് വോഡ്ക ജനറലി അവിടുത്തെ പൊട്ടാറ്റോ ഒക്കെ വെച്ചാണ് അവർ, പോളണ്ടിലാണെങ്കിലും അവരുടെ പൊട്ടാറ്റോ ഒക്കെ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. പിന്നെ അതും ബാക്കി യൂറോപ്യൻ കൺട്രീസ് അവർ മറ്റേ ഗ്രെയിൻസ് എല്ലാം വെച്ച് പല ഗ്രെയിൻസും വെച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഓവർ പീരീഡ് ഓഫ് ടൈം അത് ഷുഗർ വെച്ചും അത് ചെയ്യാൻ ഉണ്ട്. അത് ലീഗലി എല്ലാം ഡിഫൈൻഡ് ആണ് ടെക്നോളജി. സെപ്പറേറ്റ് ക്രൈറ്റീരിയ ഉണ്ടല്ലേ? അത് ബേസ് ചെയ്താന്ന് നമ്മളിപ്പം ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവർ ഓരോ ലൈക്ക് ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പോൾ അവർ ചോദിക്കും. അപ്പം ഏതെങ്കിലും ഒന്നീ ഗ്രെയിൻ ആവും, അല്ലെങ്കിൽ ഇതുപോലെ പൊട്ടാറ്റോ അങ്ങനത്തെ ഇത് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഷുഗർ ബേസ്ഡ് ആണെങ്കിലും ഓക്കെയാണ്. വോഡ്ക ചെയ്യാം, ദാറ്റ് ഈസ് ലീഗലി അക്സെപ്റ്റബിൾ. ഈ വോഡ്ക കഴിഞ്ഞ് അതിനുശേഷം വേറെ ഐറ്റംസിലേക്ക് ലൈക്ക് വിസ്കി, ബ്രാൻഡി, ഇപ്പം ഇല്ല. പക്ഷേ റമ്മിനെല്ലാം ലീഗലി സ്പീക്കിംഗ് റമ്മിനെ വിളിക്കണമെങ്കിൽ 2 years അതിനെ ഏജ് ചെയ്യണം. സമയമെടുക്കും. അപ്പം വിസ്കിയും ബ്രാൻഡിയും സെയിം തിങ് ആണ്. ഇപ്പം ബ്രാൻഡി ആണെങ്കിൽ അത് ഫ്രം ഫ്രൂട്ട്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അതിൻ്റെ ബേസ്, എന്നിട്ട് 2 years ഏജിങ്. പിന്നെ വിസ്കി ആണെങ്കിൽ ഗ്രെയിൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതും 2 years ഏജ് ചെയ്യണം, എന്നാലുള്ള അതിനെ വിസ്കി എന്നൊക്കെ വിളിക്കാൻ പാടില്ല. പക്ഷെ അത് നമുക്ക് ഇപ്പോൾ തുടങ്ങുന്നൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം വോഡ്കയാണ് സെയിം എഫക്റ്റ് ആണ് എല്ലാം. ആൽക്കഹോൾ വൈസ് എല്ലാം സെയിം തന്നെയാണ്. മച്ചൂർ ചെയ്യുമ്പോൾ കിട്ടുന്നുള്ള ഡിഫറൻസ് ആണ് ഉള്ളൊരു. അതെ, പക്ഷേ ജനറലി അതിൽ നിന്ന് കിട്ടുന്ന ഒരു സ്മൂത്ത്നെസ് ഉണ്ട്, അതാണ് ഒക്കെ പറയുന്നത്. പക്ഷേ ആ സ്മൂത്ത്നെസ് ഞാൻ എൻ്റെ വോഡ്കയിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് അതുകൊണ്ടാണ് ഇത് അട്രാക്റ്റീവ് ആയിട്ട് വന്നത്. അപ്പോൾ ഇത് എന്താ നമ്മുടെ നാട്ടിലങ്ങനെ ചാരായം കുടിക്കുമ്പോൾ ചാരായം മുട്ട കൂടെ കൂട്ടി അടിക്കുന്നത് എന്ന് പറഞ്ഞ ഇത് അതല്ല ഓട്ടം ചോദിക്കുന്നത്. ഇത് നമുക്ക് ഓൺ ദ റോക്സ് അടിക്കാൻ എങ്ങനെയുണ്ട്? ഓൺ ദ റോക്സ് ആണ് പലരും അടിക്കാൻ താല്പര്യപ്പെടുന്നത്, ബിക്കോസ് അത്രയ്ക്ക് സ്മൂത്ത്, അത് വെള്ളം പോലെ സ്മൂത്താണ്. ഓക്കെ, കോക്ടെയിലൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ലൊരു സാധനമാണ്. അതെ, കോക്ടെയിൽ പലതും ഉണ്ടാക്കാറുണ്ട്. ഈ ഫീൽഡിലേക്ക് വരാൻ കാര്യം എന്താണ്? മെയിനായിട്ട് കോവിഡ് സമയത്ത് കുറേ സമയം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അപ്പം അന്ന് ജോലിയിൽ വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പം സമയം എനിക്ക് കിട്ടി. പിന്നെ പാർട്ട് ടൈമിലോട്ട് മാറി. ജോലി ആ സമയത്ത് ഒത്തിരി കുറഞ്ഞായിരുന്നു, അപ്പം പാർട്ട് ടൈമിലോട്ട് മാറി. സത്യം പറഞ്ഞാൽ ഞാൻ പുറത്തോട്ടൊന്നും പോകാൻ പറ്റിയാലും ഇത് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്താണ് തുടങ്ങിയത് ഇത്. പിന്നെ അത് കുറച്ച് ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ടു. വേറെ കുറച്ചൊരു പറഞ്ഞത് കുറച്ചുകൂടിയും സ്മെല്ലുണ്ട്, പിന്നെ കുറച്ചുകൂടിയും കുടിക്കാൻ ഇച്ചിരി ടഫാണ്, മീൻസ് ഹാർഡൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ അത് ഞാൻ തന്നെ ഒരു പ്രോസസ്സ് കണ്ടുപിടിച്ചു, അങ്ങനെ സ്മൂത്ത് ആക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. റിഫൈൻ ചെയ്ത് സ്പൈസസ് കുറേ ചെയ്തു. അതൊരു 2 years പ്ലസ് 2-3 years എടുത്തത് ഈ നിലയിലെത്താൻ. അങ്ങനെ ഞാൻ പിന്നെ ഇതിലോട്ട് ഫുൾ ചെയ്ത്. അല്ല, അത് വളരെ നല്ല കാര്യമാണ് കേട്ടോ. ഇപ്പോൾ ഇത്രയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അതിനുശേഷം ഇത് ലൈസൻസ് എടുക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടാണെന്ന് നമുക്കറിയാം. ഓസ്ട്രേലിയയിൽ ഒരു ലൈസൻസ് കിട്ടുക ഏത് കാര്യത്തിലായാലും, ഇപ്പോൾ ഒരു വീട് പണിയാൻ പോലും നമുക്കറിയാവുന്ന വീട് പണിയാൻ പെർമിഷൻ കിട്ടുന്നത് മാത്രം പാടാണ്. അപ്പം ഒരു എന്താ പറയുക, ഒരു ആൽക്കഹോൾ സ്പിരിറ്റിനെ പബ്ലിക്കായിട്ട് വിൽക്കാനായിട്ട് ലൈസൻസ് കിട്ടിയത് അതിന് വേണ്ടി പുറകെ നടന്നതൊക്കെ വളരെ നല്ല കാര്യമാണ് കേട്ടോ. പിന്നെ അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡേർഡ് ഉള്ളത്, നമുക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്നത്. നമ്മൾ എപ്പോഴും മലയാളികൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് വാറ്റിയാരായം നാട്ടിലുണ്ടാക്കുന്നത്, പാമ്പിന്റെ തലയിടുക, തേളിടുക, ബാറ്ററി പൊട്ടിച്ചിടുക, അല്ലേ? അങ്ങനത്തെ ഒത്തിരി ഇതുണ്ട്. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു അത് അവിടെയാണ്, ഇവിടെ ഇതൊന്നും നടക്കുകയല്ല. ബാറ്ററി ഇടാറില്ല, വേണേ വീട്ടിൽ മേടിച്ചിട്ട് പോയിട്ട് ബാറ്ററിയോ പാമ്പോ തേളോ എന്ത് വേണമെങ്കിലും ഇടാം, അല്ലേ? അത് നാട്ടിലെ ഒരു കൺസെപ്റ്റ്സ് ആണ്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും പറ്റുകയില്ല. ഇപ്പം ഇവിടെ A to Z നമ്മൾ എല്ലാ സ്റ്റെപ്സും നമ്മളിവിടെ നോട്ട് ചെയ്ത് വെക്കണം.
അത് അവർ നമ്മൾ പിന്നെ ഏത് നിമിഷം റെയ്ഡ് വന്ന് അവർ അത് ചെക്ക് ചെയ്യും. അപ്പം നമ്മൾ അത് സ്റ്റെപ്സ് എല്ലാ പ്രോസസ്സും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇടയ്ക്ക് ആ ഡോക്യുമെൻറ്റേഷൻ അവർ ചോദിക്കുമ്പോൾ അത് അയച്ചു കൊടുക്കണം. അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പം നമ്മളതിനകത്ത് കള്ളത്തരം കാണിക്കാൻ പറ്റില്ല. ആ നിമിഷം ഇത് ഒന്നീ പെനാൽറ്റി അല്ലെങ്കിൽ ലൈസൻസ് കട്ടാം. ഒരു ക്വാളിറ്റി പ്രോഡക്റ്റാണ് എപ്പോഴും നോക്കുന്നത്, അല്ലാതെ ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ളതൊന്നുമല്ല, ലോങ് ടേം ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം അത് ഞാൻ ആ ഫെസ്റ്റിവലിന് 2 അയച്ചപ്പോൾ നമുക്ക് എല്ലാ അവിടുന്ന് ഉള്ള ഇൻസ്പിറേഷൻ തന്നത് അവരുടെ അവാർഡായിരുന്നു. അത് എനിക്ക് മനസ്സിലായി. ഇറ്റ് ഈസ് അമോങ് ദി ബെസ്റ്റ്. പിന്നെ ഞാനും ഇടയ്ക്ക് ഇത് എല്ലാം ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം ഉണ്ടാക്കുന്നത് ഒരുപാട് ടെസ്റ്റ് ചെയ്യാൻ പാടില്ല. രാത്രിക്ക് മീൻ വൺസിനെ ഓരോ ബാച്ച് ചെയ്യും. ചെയ്തിട്ട് ഫ്ലേവേഴ്സ് ഒരിക്കലും ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി ഒരു ടേസ്റ്റും ഇല്ല, ബ്ലാങ്ക് ആണ്. പക്ഷേ ഞാൻ ചെയ്യുന്നത് അതിനകത്ത് ഇപ്പം നാട്ടിലുള്ള ഓരോ സ്പൈസസ്, അടുക്കളയിലുള്ള സ്പൈസസ് ഇട്ട് അതാണ് അത് പഞ്ചാഗ്നി എന്നൊക്കെ പറഞ്ഞ് ഇറക്കുന്നുണ്ട്. ഡിസ്റ്റിലറിയും കാര്യങ്ങളെല്ലാം ഇപ്പം ചെറുതായിട്ട് തുടങ്ങിയിരിക്കുന്നതാണ്. ഗാരേജിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അറിയാം ആമസോണൊക്കെ തുടങ്ങിയതും ഗാരേജിൽ നിന്ന് തന്നെയാണ്. പക്ഷെ അവർ വളർന്ന് പന്തലിച്ച് ആമസോണോ HP ഗൂഗിള് എല്ലാം തന്നെ ഗാരേജിലാണ്. ഇങ്ങനെ പഞ്ചാഗ്നിയും തുടങ്ങിയിരിക്കുന്നത് ഗാരേജ്. ഇനി അത് വളർന്ന് പന്തലിച്ച് ഓസ്ട്രേലിയ മാത്രമല്ല ഓൾ ഓവർ ദ വേൾഡ് തകർക്കണം നമുക്ക്. ഇതുകൊണ്ട് നമുക്ക് 1-2 എന്താ പറയുക കോക്ടെയിൽ ഉണ്ടാക്കി നോക്കാം. കേരള തനിമയിലൊരു കോക്ടെയിൽ നമുക്ക് ഉണ്ടാക്കണം. ഒരു കേരളീയം. നമ്മൾ പഞ്ചാഗ്നി ഒഴിച്ച് നമ്മുടെ കേരളീയം ഉണ്ടാക്കണേ. നമ്മളാവശ്യത്തിനുള്ള പഞ്ചാഗ്നി ഒഴിക്കുക. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ, കുറച്ച് വേണമെങ്കിൽ കുറച്ച്. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. നല്ല തണുത്ത സാധനം കഴിക്കുക. ഇനി അതിലേക്ക് സ്വല്പം ലൈം പിഴിഞ്ഞ് ഒഴിക്കണം. കുറച്ച് ഒഴിച്ചാൽ മതിയേ. ഇതിനകത്ത് പീസ് കുരു വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനകത്തേക്ക് കോക്കനട്ട് വാട്ടർ, നല്ല തേങ്ങാവെള്ളം ഒഴിച്ചു. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ. അതിനകത്തേക്ക് സ്വല്പം സോഡ, ഒരു സ്പൈസപ്പിനായിട്ട് ഇനി ഇതിലേക്ക് ഒരു സ്വല്പം സ്ട്രോബെറി ഇടുക. മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിങ്ങനെ സൈഡ് കുത്തി വെക്കുക. ഭംഗിക്കായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള പഞ്ചാഗ്നി ഒഴിക്കണം. ഒരു 30, 60, 90 ഒഴിച്ചാൽ കുഴപ്പമില്ല. നമ്മുടെ കപ്പാസിറ്റി പോലെ കേട്ടോ. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചറും ചില്ലി ഇട്ട് കൊടുക്കുക. അത് ഇടിച്ചിട്ടിടുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഐസ് ക്യൂബ്സ് ഇടുക. ഇത് നല്ല കളർഫുൾ കേട്ടോ. നല്ല ഗ്രീന്. ഇതിലേക്ക് സോഡ ഒഴിച്ചു കൊടുക്കാം. ആവശ്യമുള്ള സോഡ. ഇതിലേക്ക് നമ്മൾ ചെയ്തിട്ടുള്ള സാധനമാണ് നമ്മുടെ കരിവേപ്പില. കരിവേപ്പില ഇങ്ങനെ എടുക്കുക. അതിനുശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടേക്കണം. ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് ഒരു സ്വല്പം ഉപ്പ് ഇതിലും ഇട്ട് കൊടുക്കണം. പൊട്ടിക്കുക. ഉപ്പ് പാടില്ല. ഒരു ടേസ്റ്റിനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈം. അത് ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ, കുറച്ച് ഒഴിച്ചാൽ മതി. അത് ഒഴിക്കുക. ഇനി അതിലേക്ക് ഇടുന്ന ഏറ്റവും വലിയ സാധനമാണ് ബ്ലാക്ക്ബെറി. ഈ സാധനം ഇങ്ങനെ പിടിക്കുക, അതൊക്കെ ഒന്ന് പൊട്ടിക്കുക. പൊട്ടിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. എന്തെങ്കിലും ഇട്ട് അടിപൊളി കളറാണ്. ഇതിന്റെ സൈഡിൽ വേണമെങ്കിൽ നമുക്ക് പറഞ്ഞ വെച്ച് കൊടുക്കാം കേട്ടോ. അവിടെ ഇതാണ് നമ്മുടെ കോട്ടയം അച്ചാമ്മ. എങ്ങനെയുണ്ട്? പഞ്ചാഗ്നി കൊണ്ട് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വോഡ്ക കോക്ടെയിൽ നമുക്ക് ഉണ്ടാക്കാം. സ്ക്രൂ ഡ്രൈവർ. 2 ഗ്ലാസ്സാണ്.
ആദ്യം തന്നെ ഒരു സ്വല്പം 30 ml വോഡ്ക, 30 ml പഞ്ചാഗ്നിയെ, പഞ്ചാഗ്നി, 30 ml പഞ്ചാഗ്നി. അതിൻ്റെ അകത്ത് കുറച്ച് ഐസ് ഇടുക. വേണം നിറച്ചിടാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇത്രയാണ് ഇട്ടിരിക്കുന്നത്. ഇനി അതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഓറഞ്ച് ജ്യൂസ്. നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്പൂൺ ഇട്ട് തന്നെ ഒന്ന് ഇളക്കുന്നു. ഇനി അതിലേക്ക് ഒരു സ്ലൈസ് ഓറഞ്ച് കട്ട് ചെയ്ത് വെക്കാം. റെഡി ആയിട്ടുണ്ട് നമ്മുടെ സ്ക്രൂ ഡ്രൈവർ, പഞ്ചാഗ്നി സ്ക്രൂ ഡ്രൈവർ. ഒന്ന് കുടിച്ച് നോക്കാവേ. സൂപ്പറാണ് കേട്ടോ, സംഭവം അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കി നോക്കാമെന്നുള്ളൂ ഉള്ളൂ. പഞ്ചാഗ്നി കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ സാധനമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. മറിയാമ്മി ആൻറ്റി നമ്മുടെ പഞ്ചാഗ്നി ഉണ്ടാക്കിയ സുനിലിന് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. അതുകൊണ്ടാണ് നമ്മൾ അത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് 50 വോളിയമാണ്, അതായത് ആൽക്കഹോൾ 50% ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും സാധാരണ ഉണ്ടാക്കുന്നതെല്ലാം 45 ml വോഡ്ക ഒഴിച്ച്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശരിക്കും 20 ml മതി കേട്ടോ. അതുകൊണ്ട് ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാൻ കൊള്ളില്ല, അപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിപ്പോവും. അതുകൊണ്ട് നമ്മളിത് 20 ml വോഡ്ക, സാധാരണ എടുക്കുന്നതിൻ്റെ പകുതി എടുത്താൽ മതി. അതിലേക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് ഇടാം നമുക്ക്. ഞാൻ എൻ്റെ തൊണ്ടാത്ത ഐസ് ക്യൂബ്സ് എല്ലാം ഇടുവാണ് കേട്ടോ. ഇത് ഐസ് ക്യൂബ്സ് എന്ന് വെച്ചാൽ നമ്മൾ കോക്കനട്ട് വാട്ടർ കൊണ്ട് ഉണ്ടാക്കിയ ഐസ് ക്യൂബ്സാണ്. ഇനി അതിലേക്ക് നമ്മൾ സ്വല്പം ഗ്രീൻ ആപ്പിൾ ഒഴിക്കുക. ഒറ്റ ടീസ്പൂൺ ഗ്രീൻ ആപ്പിൾസ്, ഒറ്റ ടീസ്പൂൺ, 1 ടീസ്പൂൺ ഗ്രീൻ ആപ്പിൾ. നല്ല ഹെൽത്തി ആയിട്ടിരിക്കട്ടെ ഗ്രീൻ ആപ്പിൾ കൊണ്ട്. പിന്നെ അത് നമ്മൾ അതിന് ശേഷം ഒഴിക്കുന്നതാണ് നമ്മുടെ ഇത് 2 വട്ടം ഒഴിക്കുന്നത്. ഇത് നമ്മളൊരു 20 ml പ്രൊമോഗ്രാനൈറ്റ് ഒഴിക്കുവാണ്. 20 ml പ്രൊമോഗ്രാനൈറ്റ്. അതിലേക്ക് ഓറഞ്ച് ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ് നമുക്ക് കുറച്ച് നിറച്ചൊഴിക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഒരു സ്വല്പം സ്ട്രോബെറി ആദ്യം ഈ സൈഡും കണ്ടിച്ച് കളയണേ, വെള്ള കളറുള്ളത്, അതിൻ്റെ ടേസ്റ്റ് വരണ്ട. മൂന്നെണ്ണം എടുക്കുക. 3 എടുത്തിട്ട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കണത്. അപ്പോൾ ആ സൈഡിലേക്ക് ഇറങ്ങിക്കോളും. പിന്നെ ഈ സൈഡ് കിട്ടുന്ന സാധനം ഇങ്ങനെ മുറിക്കുക. ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ വെക്കണം. ഇവിടെ ഒന്നവിടെ തൊട്ട് ചേർന്ന് 2 എണ്ണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്വല്പം ലൈം ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. അധികം വേണ്ട കേട്ടോ, ലൈം ജ്യൂസ് ഒരു പൊടിക്ക് മതി. ഇത്രയും ലൈം ജ്യൂസ്. കോട്ടയം അച്ചാമ. ഇത് സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. ഇതൊരു യൂണിക് ടേസ്റ്റാണ്. ഇത്രയും സ്പൈസസും ഇത്രയും വെറൈറ്റി കാര്യങ്ങൾ ഇടുമ്പം, പിന്നെ ബ്ലാക്ക് ബെറിയും കൂടെ ഇട്ടപ്പം ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ്
ടേസ്റ്റുമാണ്, അതുപോലെ കളറും എല്ലാം എന്തായാലും ഡിഫറെൻ്റ് ആണ്. ഇത്ര യൂണിക്കായിട്ടുള്ള ഒരു ഡ്രിങ്ക് വേറെ ഇല്ല. പിന്നെ നല്ല സ്മൂത്തല്ലേ? നല്ല സ്മൂത്താണ്. എൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, herbalspirit.com.au. പഞ്ചാഗ്നി മേടിക്കാൻ പറ്റും. അപ്പം നിങ്ങളെല്ലാവരും അവിടെ നിന്ന് മേടിക്കുക. ബൈ പോസ്റ്റ് അത് അയച്ച് അല്ലെങ്കിൽ കൊറിയർ വഴി അയച്ചു തരുന്നതായിരിക്കും. 50% ആൽക്കഹോൾ, 750 ml. സുനിലെ വന്നതിലും കണ്ടതിലും സുനിലിൻ്റെ സെറ്റപ്പുകളെല്ലാം കണ്ടത് വളരെ സന്തോഷം കേട്ടോ. പക്ഷേ ആൾക്കാർക്ക് ഇഷ്ടമാണ്, അത് കാരണം ആൾക്കാർ മേടിക്കാൻ തുടങ്ങി. വെരി ഗുഡ്. അപ്പം ഇറ്റ്സ് എ ഗ്രേറ്റ് സൈൻ ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫെസ്റ്റിവലിന് 2 ഫെസ്റ്റിവലിന് അതിന് എനിക്ക് 3rd പ്രൈസും 2nd പ്രൈസും കിട്ടിയിട്ടുണ്ട്. അപ്പം അതെല്ലാം എനിക്ക് ഒത്തിരി എന്തിനൊക്കെ കിട്ടിയത് ഒന്നും കൂടെ പറയാമോ? ഒന്ന് ഒരു വോഡ്കയാണ്, അതാണ് ബെർലിൻ പോയപ്പം എനിക്ക് അവിടെ 3rd പ്രൈസ് കിട്ടി. മലയാളികളുടെ വിദേശമദ്യം എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. നമ്മളൊക്കെ നാട്ടിൽ കേട്ടിട്ടേ ഉള്ളൂ, വിജയമല്യയ്ക്ക് മാത്രമേ വിദേശമദ്യം ഉള്ളതായിട്ട് നമുക്കറിയത്തുള്ളൂ. അല്ലാതെ നമുക്ക് മറ്റും തുടങ്ങുന്നതിനെക്കുറിച്ച് അതിൻ്റെ സ്വപ്നം കാണുന്നതിനെ കുറിച്ച് പോലും സാധിക്കില്ല. പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയാളികൾക്കായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. സ്പൈസസ് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ സ്പൈസസ് ഒക്കെ കൂട്ടി ഉണ്ടാക്കുന്നത് നല്ല ഫ്ലേവറാണ്. എല്ലാവരും വരിക, വന്ന് മേടിക്കുക, സുനിലിനെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നല്ല മദ്യം കിട്ടാനുള്ളൊരു ഓപ്ഷൻ കൂടിയാണിത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിന്നെ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല കേട്ടോ ചെയ്യുന്നത്. മദ്യപാനം ഒരു സോഷ്യലൈസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക, ഹെൽത്തിന് വേണ്ടി ഉപയോഗിക്കുക. പക്ഷേ സുനിൽ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതാണ്. എല്ലാവിധ ആശംസകളും സുനിലെ. ഇതിന് പിന്നിൽ ഒത്തിരി ഹാർഡ് വർക്ക് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സ്റ്റേജിലെത്തിയത്, ഈ ക്വാളിറ്റി എത്തിയത്. സംഭവം വളരെ നന്നായിട്ടുണ്ട്, അടിപൊളിയാണ്. അടുത്ത ഏത് പരിപാടിക്കും തീർച്ചയായിട്ടും സുനിലിൻ്റെ അടുത്ത് ഇനിയും വന്ന് ഓർക്കാൻ മേടിക്കും. പരിപാടി ഗംഭീരമാക്കിയിരിക്കും. ഡ്രിങ്ക് റെസ്പോൺസിബിലി. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. സീ യു നെക്സ്റ്റ് ടൈം. ശരി, താങ്ക് യു.